ഇന്ന് രക്ഷാബന്ധനം. രക്ഷാബന്ധനം അഥവാ രക്ഷാബന്ധൻ അല്ലെങ്കിൽ രാഖി ഹിന്ദുക്കളുടെ ഇടയിൽ പവിത്രവും പാവനവുമായി കരുതപ്പെടുന്ന ഒരു ആഘോഷമാണ്. ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം ആഘോഷിക്കപ്പെടുന്ന ഈ ഉത്സവം വടക്കേ ഇന്ത്യയിൽ ശ്രാവണി എന്ന പേരിലും അറിയപ്പെടുന്നു. സഹോദര സ്നേഹത്തിൻ്റെ പവിത്രത എടുത്തു കാണിക്കുന്നതാണ് ഈ ആഘോഷത്തിൻ്റെ പ്രത്യേകത. രക്ഷാബന്ധൻ ദിനത്തിൽ കയ്യിൽ കെട്ടുന്ന രാഖിയുടെ ഐതിഹ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു. ദേവന്മാർ പരാജയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രൻ്റെ പത്നിയായ ശചി ഇന്ദ്രൻ്റെ കയ്യിൽ രക്ഷയ്ക്കായി രക്ഷാസൂത്രം അഥവാ രാഖി കെട്ടിക്കൊടുക്കുകയും ഈ രക്ഷാസൂത്രത്തിൻ്റെ ബലത്തിൽ ഇന്ദ്രൻ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ശക്തി നേടി വിജയവുമായി തിരിച്ചു വന്ന ആ ദിവസം മുതൽ രക്ഷാബന്ധനം എന്ന ഉത്സവം ആരംഭമായി. പിന്നീട് സഹോദരൻ്റെ കൈകളിൽ രാഖി കെട്ടുന്ന ചടങ്ങ് പ്രചാരത്തിൽ വന്നു. രാഖിയുടെ നൂലുകൾക്ക് അത്ഭുത ശക്തി ഉണ്ടെന്നാണ് വിശ്വസിച്ച് വരുന്നത്. ഇത് സംബന്ധിച്ച പല ചരിത്ര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സിക്കന്ദറും പുരുവും തമ്മിലുള്ള ചരിത്രപ്രധാനമായ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് സിക്കന്ദറുടെ കാമുകി പുരുവിനെ സമീപിക്കുകയും കയ്യിൽ രാഖി കെട്ടിച്ച് സഹോദരനാക്കുകയും ചെയ്ത് യുദ്ധത്തിൽ സിക്കന്ദറെ വധിക്കുകയില്ല എന്ന ഒരു സത്യവചനം വാങ്ങി. പുരു കൊടുത്ത വാക്ക് പാലിക്കുകയും ചെയ്തു. രക്ഷാബന്ധനത്തിൻ്റെ മഹത്വം കാണിക്കുന്ന സംഭവമാണ് ഇത്. സഹോദരി രക്ഷാബന്ധന ദിവസം മധുരപലഹാരങ്ങളും രക്ഷാസൂത്രവും ദീപവും വെച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപം ഒഴിഞ്ഞ് തിലകം ചാർത്തി മധുരപലഹാരങ്ങൾ നൽകും. ദീർഘായുസ്സിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് കയ്യിൽ വർണ്ണനൂലുകളാൽ നിർമ്മിച്ച സുന്ദരമായ രക്ഷാസൂത്രം അഥവാ രാഖി കെട്ടിക്കൊടുക്കുന്നു. സഹോദരൻ ആജീവനാന്തം അവളെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. സഹോദരൻ സഹോദരിക്ക് പാരിതോഷികങ്ങൾ നൽകും. അന്യസ്ത്രീ ആണെങ്കിലും രാഖി കെട്ടിക്കഴിഞ്ഞാൽ അവളെ അവർ സഹോദരിയായി അംഗീകരിക്കുന്നു. രക്ഷാബന്ധനം ഉത്തര ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഇടയിലാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരുവരെ നന്ദി, നമസ്കാരം.